വല്ലാത്ത ഭാരയായിപ്പോയി. എങ്ങനെയുണ്ട് ചായ? എനിക്ക് അന്ന് പറഞ്ഞ തന്നെയാണ് എന്നോട് ഇന്നും പറയാനുള്ളത്. ഈ ഒരു ചായക്കട തുടങ്ങടാ. ടി വി മുറയ്ക്ക് കാണുന്നുണ്ട് തോന്നല്ലോ. ഓ ജമന്തി ചേച്ചിന് എന്നാ വരിക? എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. വേറൊന്നും കൊണ്ടല്ല, അല്ലെ ഈ അടുക്കള ജോലി കൂടി ഞാൻ ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഇന്നെങ്ങനെ തട്ടി പോവോ? ആളിന് ആളായിട്ടിരിക്കട്ടെ. കാരണം വെച്ചാൽ ഈ പറയുമ്പോൾ ഒന്നുമില്ലെങ്കിലും ജമന്തിയുടെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കവിടെ ഒരാളുണ്ടല്ലോ. എന്നാലും ഈ ഇടയ്ക്കിടയ്ക്ക് ഈ വലിവ് വേണ്ട ബുദ്ധിമുട്ട് കണ്ടിട്ട് പറഞ്ഞാ. അല്ല, ഇടയ്ക്കേ ഉള്ളത്. ഈ നല്ല തണുപ്പിറങ്ങണ സമയത്തും ആണ് ഈ വലിവ് കൂടുന്നത്. അല്ലാത്ത സമയത്ത് മരത്തിന്റെ വെള്ളം കരിക്കണാണ്. ആളിനൊരാളുള്ളതല്ലേ എപ്പോഴും ഒരു സന്തോഷം നമുക്ക്. അല്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഈ ഒരു കാര്യം ചെയ്യും, ഉച്ചയ്ക്ക് വരുമ്പോൾ 2 ബിരിയാണി മേടിച്ചിട്ട് വാ. എന്തോന്ന്? 2 ബിരിയാണി മേടിച്ചിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? പൈസ തരും. പൈസ? ബിരിയാണിക്ക് പൈസ ഉണ്ട്. 250 രൂപ ആവും. പൈസ ഉണ്ടാ? ഇങ്ങനെയൊക്കെ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ വെളിയിൽ നിന്ന് മേടിക്കുന്ന. അപ്പം ആ പൈസക്ക് പൈസ വേണ്ടേ? മാസം അവസാനം ആകുമ്പോൾ എങ്ങനെയെങ്കിലും അത് കൂട്ടി പിടിക്കാൻ ഞാൻ പെടുന്ന പാട്. ഇവിടുത്തെ കാര്യം മാത്രമല്ലല്ലോ, അപ്പുറത്തെ കാര്യമില്ലേ? എടാ, പിന്നെ പട്ടിണി കിടക്കാൻ പറ്റുമോ? പട്ടിണി കിടക്കണ്ട. അകത്ത് അരി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഒരു കലം എടുത്ത് വയ്ക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അത് തിളച്ച് വരുന്ന സമയത്ത് അരി കഴുകിയിട്ട് അതിനകത്തിടുക. നീ എന്നെ പഠിപ്പിച്ചിട്ട് വേണം. വീട്ടിലത് ചെയ്ത് മടുത്തിട്ടാണ് 4 ദിവസം ഇവിടെ വന്നിരിക്കാച്ചിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് കഞ്ഞി വെപ്പോ? 4 ദിവസം 2 ദിവസം ചെയ്താൽ നാളെ മറ്റന്നാളായിരിക്കും വരുന്നുള്ളൂല്ലോ. പാട് തന്നെ ജോലി ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ജോലിക്ക് പോകാനായിട്ട്. ഞാൻ വെച്ചോളാം. അന്ന് കഴിഞ്ഞാൽ കുറ്റം പറയാഞ്ഞാൽ മതി. വല്ല കഞ്ഞിയും ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഞാൻ കഴിച്ചിട്ട് പറയാം. ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. അമ്മ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ ബിരിയാണി മേടിച്ചു കൊണ്ടുവരാൻ പോകുമ്പോൾ അവനെ ബുദ്ധിമുട്ട്. എന്തോക്കളെ എന്തേ? ഡാഡി വിളിക്കണം. വേണ്ട, ഞാൻ ചായ കുടിച്ചു എന്ന് പറ. ഭക്ഷണം കഴിക്കാൻ പിന്നെ വരാം. അല്ല, ഡാഡിക്ക് എന്തോ പറയാണ്ടെന്നോ എന്തോന്നാ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ഡാഡി അവിടെ എന്തോ വയസ്സായില്ലേ? വയസ്സായില്ല അവൻ. അവന്റെ ഈ പടി കയറുമ്പോ അവന്റെ തടി അണങ്ങിയാലോ. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരണം. അവിടെ പോയി ഇരുന്നിട്ട് ഉച്ചവരെ അവിടെ ഇരുന്നിട്ട് ഇനി അവിടെ നിന്ന് വല്ലതും കഴിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് പട്ടിണി ആയി പോകും. മര്യാദയ്ക്ക് ഒന്ന് കഞ്ഞി വെച്ചോളാം. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക്. അമ്മ അവിടെ ഉണ്ടായിരുന്ന? ഞാൻ കുറച്ച് നേരം ഞാൻ ലേറ്റസ്റ്റിന്റെ അടുത്തൊരു കാര്യം സംസാരിക്കാൻ വന്നു. ശരി ശരി മോളെ. Versus Alien.